നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, ജ്യോതിഷം സത്യമാണോ? എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന്. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഗ്രഹങ്ങളുടെ മാറ്റം ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളെയും ബാധിക്കുന്നുണ്ട്. അത് സത്യമായ കാര്യം തന്നെയാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെറും ഒരു പ്രവചനം മാത്രമല്ല, ഗ്രഹനിലകളുടെ കൃത്യമായ കണക്കുകൂട്ടലുകളാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ പറയുന്ന 3 രാശികളിൽ ഒന്ന് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നല്ല, തുടങ്ങിയിരിക്കുന്നത്, ഈ മകരം 1 മുതൽ തുടങ്ങിയിരിക്കുന്നത് സുവർണ കാലഘട്ടം തന്നെയാണ്. സാമ്പത്തികമായും മാനസികമായും അതിലുപരി കുടുംബപരമായും വലിയ ഉയർച്ചകളാണ് നിങ്ങൾക്ക് ഇനി മുതൽ തുടങ്ങിയിരിക്കുന്നത്. അതായത് വന്നു ചേരാനായി പോകുന്നത്. അത് അനുഭവിക്കാൻ യോഗമുണ്ടോ എന്ന് നിങ്ങൾക്കറിയണ്ടേ? എങ്കിൽ ഈ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാരിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്നതുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സൂര്യൻ മകരം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം സമ്പത്തിന്റെയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സകലവിധ ആഡംബരത്തിനെയും അതേപോലെ പ്രണയത്തിനെയും ഒക്കെ പ്രദാനം ചെയ്യുന്ന, കാരകത്വം വഹിക്കുന്ന ഗ്രഹം നമുക്കറിയാം ശുക്രനാണ്. അപ്പോൾ ശുക്രൻ ഇവിടെ അതിശക്തമായ ഒരു സ്ഥാനത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രഹ സംയോഗം സൃഷ്ടിച്ചിരിക്കുന്ന അപൂർവമായ ഒരു രാജയോഗത്തെയാണ്. അപ്പോൾ ഇവിടെ ശുക്രൻ എന്ന് പറയുന്നത് ഒരു അസുര ഗുരുവാണ്. പക്ഷേ ഭൗതികമായ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട സുഖങ്ങളുടെ കാരകത്വം കൂടി ശുക്രനുണ്ട്. അതുകൊണ്ട് ശുക്രൻ ബലപ്പെടുകയാണെങ്കിൽ പിന്നെ മണ്ണിൽ തൊട്ടാൽ പോലും പൊന്നു വിളയിക്കാൻ സാധിക്കുമെന്നതാണ് ശാസ്ത്രം. കടബാധ്യതകളൊക്കെ തീരുന്നതാണ്, വീട് പണിയാൻ സാധിക്കുന്നതാണ്, വാഹന യോഗം വരും, വിവാഹ യോഗം വന്നു ചേരും. അങ്ങനെ ജീവിതത്തിലെ എല്ലാവിധ നല്ല കാര്യങ്ങളും ശുക്രന്റെ അനുഗ്രഹത്താലാണ് നടക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ പറയാൻ പോകുന്ന 3 രാശി വരുന്ന 9 നക്ഷത്രക്കാർക്ക് ശുക്രന്റെയും സൂര്യന്റെയും അനുഗ്രഹം ഒരേപോലെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശുക്രദശയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അപ്പോൾ ആ 3 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്, ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ എന്നതുകൂടി നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ രാശിയായി വരുന്നത് ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയുടെ അധിപൻ തന്നെ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു മകരസംക്രാന്തി മുതലൊക്കെ ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് ഇടവം രാശിക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അറുതി തന്നെയാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇനി തൊഴിൽപരമായി നോക്കുമ്പോൾ അപ്രതീക്ഷിത ധനം തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതാണ്. ഇനി ഈ മുടങ്ങിപ്പോയ ചിട്ടി, അതല്ലെങ്കിൽ കൊടുത്തു കിട്ടാനുള്ള പണം എന്നിവയൊക്കെയും തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ലാഭം ഇരട്ടിയാകുന്ന സമയമാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്നതായ തർക്കങ്ങളൊക്കെയും പരിഹരിക്കപ്പെടുവാനും ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ സ്നേഹം ഗണ്യമായി വർദ്ധിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും അതിനുള്ള അനുകൂല സമയമാണ്. ഉത്തമ സന്താന യോഗ സമയം കൂടിയാണ്. കൂടാതെ നിങ്ങൾ ഒരു പുതിയ വാഹനം വാങ്ങണമെന്നോ ഒരു വീട് പുതുക്കി പണിയണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗം കൂടി ഈ ഒരു സമയം ശക്തമായി നിങ്ങൾക്ക് വന്നു ചേരും. ഇത് വെറും ഒരു വാക്ക് മാത്രമല്ല, ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. രണ്ടാമത്തെ രാശി ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിയാണ്. തുലാം രാശിയുടെ അധിപനും ശുക്രൻ തന്നെയാണ്. എന്നാൽ ഇത്തവണത്തെ മകരസംക്രാന്തിയോടുകൂടി ത്രികോണ രാജയോഗത്തിന്റെ ഗുണങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകളൊക്കെ ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പ്രശംസകൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും വിട്ടുമാറാത്ത രോഗദുരിതങ്ങളാൽ വലയുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുള്ള ആശ്വാസം വന്നു ചേരും. മനസ്സിൽ സമാധാനം ഉണ്ടാകും. ഒരു നേട്ടം, മാറ്റം, ഇതൊക്കെയും ശുക്രൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കും. ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്നതാണ്. പല വഴികളിലൂടെ പണം വരുന്നത് കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. എൻ്റെ ജീവിതത്തിലാണോ ഈ മാറ്റം വന്നു ചേർന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇവിടെ മൂന്നാമത്തെ രാശി നമുക്ക് നോക്കാവുന്നതാണ്. അതായത് മകരം രാശിയാണ്.
ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സൂര്യനാണ് നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ശുക്രന്റെ ദൃഷ്ടിയും അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മകരം രാശിക്കാർക്ക് 7 ശനി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം വലിയൊരു ആശ്വാസമാണ് അതിന് വന്നു ചേരുന്നത്. ലോട്ടറി ഭാഗ്യം തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ഭാഗ്യം ധാരാളം നിങ്ങൾക്ക് കടാക്ഷമായി വന്നു ചേരുന്നതിനാൽ അപ്രതീക്ഷിത ധനം എന്നോണം ലോട്ടറിയിൽ നിന്നും ഒരു തുക കൈവന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. വിവാഹം നടക്കാതെ തടസ്സപ്പെട്ട് നിന്നവർക്കും ഉത്തമമായ ആലോചനകളൊക്കെ വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രണയം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹബന്ധമായി മാറാൻ സാധ്യത കൂടുതലാണ്. ജീവിത ശൈലിയിലും വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇതൊക്കെ വാങ്ങുവാനുള്ള ഭാഗ്യവും യോഗവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നേട്ടങ്ങളൊക്കെ പൂർണ്ണമായി ലഭിക്കാനും ദോഷങ്ങൾ എന്തെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് നിർദ്ദേശിച്ച് തരാം. അതായത് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവതി ക്ഷേത്രത്തിലോ പോയി നെയ്വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ശുക്രപ്രീതികരമായ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുറച്ച് പഴമോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ പശുവിന് കൊടുക്കുന്നത്, പശുവിനെ ഊട്ടുന്നത്, ഗോമാതാവാണല്ലോ, അപ്പോൾ പശുവിനൊരു ഊട്ട് നടത്തുന്നതൊക്കെ ഉത്തമമായിരിക്കും. കൂടാതെ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം ഓം ശുക്രായ നമഃ എന്ന ഈ ഒരു മന്ത്രം 108 തവണ ജപിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ വെള്ളിയാഴ്ച ദിവസം അരി അതല്ലെങ്കിൽ പഞ്ചസാര ഇതൊക്കെ നിർധനരായ ആളുകൾക്ക് ദാനമായി കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങൾ ഇതുവഴി നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിനും കീർത്തി വർദ്ധിക്കുന്നതിനും ഭഗവാൻ സൂര്യന്റെ അതേപോലെ ശുക്രദേവന്റെ പ്രീതി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഒരുപാട് സഹായകമാകുന്നതാണ്. ഇതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ മകരം 1 മുതൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു സുവർണ്ണ കാലമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇതിനോടകം ലോട്ടറിയിൽ നിന്നും ചെറിയ തുകയൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് ഓർക്കുക, ഈശ്വര വിശ്വാസം അതേപോലെ അതിനുപരിയായിട്ട് സൽപ്രവർത്തികൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഗ്രഹങ്ങളോ ഏത് ദേവാദിദേവന്മാർ അനുഗ്രഹം തന്നാലും അതിൻ്റെ പൂർണ്ണ ഫലം ഒരു കോട്ടവും തട്ടാതെ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അത് ഏവരും മനസ്സിലാക്കുക. സത്യസന്ധമായ പ്രവൃത്തി, അതിലുപരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസം, ഭഗവാനോടുള്ള വിശ്വാസം, ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായാൽ ആ അനുകൂല അവസ്ഥയുടെ പൂർണ്ണ ഫലവും നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത ആളുകളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ശുക്രൻ അങ്ങനെ അനുഗ്രഹം എപ്പോഴും വാരിക്കോരി തരികയില്ല. ശുക്രന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാലോ ഉള്ള ദുഃഖ പ്രശ്നങ്ങളൊക്കെയും മാറി സാമ്പത്തികമായും ഒരു വലിയ മാറ്റവും നേട്ടവും ഒക്കെ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഏവർക്കും ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മകരസംക്രാന്തിയാണ് ആരംഭമായിരിക്കുന്നത്. മകരസംക്രാന്തി മുതൽ ജീവിതത്തിലെ എല്ലാവിധ മേഖലകളിലും നിന്നിരുന്ന മന്ദഗതിയും ദോഷങ്ങളൊക്കെയും അകന്നു മാറിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഫലവത്തായി മാറുന്നതാണ്.